ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ദാറ്റ് ലോങ് സൈലൻസ് എന്നൊരു വർക്കിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ലോങ് സൈലൻസ് എഴുതിയിരിക്കുന്നത് ശശി ദേശ്പാണ്ഡെയാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം കർണാടകയിലാണ് ജനിച്ചത്. ആൻഡ് ഈ നോവൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1988 ആണ്. ഈ നോവലിന് 1919 സാഹിത്യ അക്കാദമി അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജയ ആണ് ഈ നോവലിലെ മെയിൻ പ്രോട്ടഗണിസ്റ്റ്. ഓക്കെ, ആ ജയ എന്ന് പറയുന്ന ഒരു ഗേൾ, ഷി വാസ് എ യങ് ഗേൾ. ആൻഡ് ജയക്ക് ഒരുപാട് ക്യൂരിയോസിറ്റീസും ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ബ്രൈറ്റ് ഗേൾ ആയിരുന്നു ജയ. പക്ഷെ ജയയുടെ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജസ്റ്റ് തിങ്ക് ഓഫ് ദ ഇയർ, ഓക്കെ, 1988 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ എന്താണ്, വീട്ടുകാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കണം എന്നൊക്കെയുള്ളൊരു ഒരു നിലപാടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ കാലഘട്ടത്തിൽ എഴുതിയ നോവലും അതുപോലെ തന്നെ ആയിരിക്കും. ആ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും അല്ലെ, ഓരോ കാലഘട്ടത്തിൽ എഴുതുന്ന നോവൽ അതത് കാലഘട്ടത്തിന്റെ റിഫ്ലക്ഷനും ആ സമയത്തുള്ള പെക്യുലാരിറ്റീസ് ഒക്കെ ആയിരിക്കും ആ നോവലിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ദാറ്റ് ലോങ് സൈലൻസിൽ ജയയുടെ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജനറേഷൻ, ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു രീതികളൊക്കെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. സ്ത്രീകള് ഈ വീട്ടുകാര്യങ്ങളും ക്ലീനിങ്ങും ഇതൊക്കെ ചെയ്യാനും, മാരേജ്, ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്, സ്ത്രീകള് വീട്ടുകാര്യങ്ങൾ ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, ഇതൊക്കെ ഓക്കെ. ആൻഡ് അവർ അതിന് മാത്രം എൻകറേജ് ചെയ്യുന്നു. ആൻഡ് സ്റ്റഡീസിന് എൻകറേജ് ചെയ്യുന്നില്ല, അവരുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഓക്കെ, ആൻഡ് വി ഹാവ് ടു അഡ്ജസ്റ്റ്. സ്ത്രീകൾ മാക്സിമം അവരായിരിക്കണം മാരേജിൽ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായിരുന്നു ജയയുടെ ഗ്രാൻഡ് മദറിന്റെ രണ്ടാമത്തെ നിലപാട്. മൂന്നാമത്തെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ് ക്വയറ്റ് വെൻ ഷീ ഡിസഗ്രീസ്. ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമോ അതല്ലെങ്കിൽ അവൾക്ക് ഒരു അഭിപ്രായം പറയേണ്ട ഒരു സ്ഥലം ആണെങ്കിൽ പോലും നമ്മൾ ഒന്നും മിണ്ടാതിരിക്കണം. അതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു നോവലിന്റെ ടൈറ്റിൽ എന്താണ്, ദാറ്റ് ലോങ് സൈലൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ സംസാരിക്കാതെ നമ്മൾ എന്തായി ആ ഒരു സൈലൻസിലേക്ക് കടക്കുന്നു. അത് തന്നെയാണ് ഈ നോവലിൽ റിഫ്ലക്ട് ചെയ്യുന്നതും. ജയയുടെ ഫാദർ ഒരു എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ജയ എന്ത് ചെയ്യുന്നു, ജയയും എഴുതുമായിരുന്നു നന്നായിട്ട്. അവളുടെ എഴുത്തുകൾ ഒരു മാഗസീൻസിലോ ഇതിലൊന്നും വന്നിട്ടില്ലെങ്കിലും ഷീ കീപ്പ് ഓൺ റൈറ്റിംഗ്. ഓക്കെ, അവളുടെ ഫാദർ അവളെ ഭയങ്കര എഴുതാനായിട്ട് സപ്പോർട്ട് ചെയ്തു. അതിൽ നിന്ന് ഈ എഴുത്തിലൂടെ അവൾ എന്തായി, ഇൻഡിപെൻഡൻസ് റീറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇൻഡിപെൻഡൻസ് എഴുത്തിലൂടെ നമ്മളെ എഴുത്തിലൂടെ നമ്മളെ തോട്ട്സ്, നമ്മുടെ ഇമാജിനേഷൻ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവളുടെ കോളേജിന് ശേഷം, ആഫ്റ്റർ ഹർ കോളേജ്, ഷി വാസ് ഗോട്ട് മാരീഡ് ടു മോഹൻ. ഈ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽത്തി ബിസിനസ് മാൻ ആണ്. ഓക്കെ, മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പേട്രിയാക്കൽ സൊസൈറ്റിയുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് മോഹൻ ഈ നോവലില്. ഓക്കെ, ആ കാലഘട്ടത്തിൽ ആ 1988 ആ ഒരു സമയത്തൊക്കെ എന്താണ്, വുമൻസിന് ജസ്റ്റ് ഒരു എന്താ പറയാ, ആ ഒരു നമ്മൾ വീട്ടുകാര്യങ്ങൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അതല്ലാതെ വുമന്റെ ക്വാളിറ്റീസ് നമുക്ക് ആ കാലഘട്ടത്തിൽ പറയുന്ന ഒരു സംഭവം. ഇപ്പൊ അതൊന്നും അല്ല. അപ്പോ പക്ഷെങ്കില് നമ്മുടെ മോഹന്റെ എന്തായിരുന്നു, ആ കാലഘട്ടത്തിലുള്ള മെൻസിന്റെ ഒരു പേട്രിയാക്കൽ ഐഡിയാസും തോട്ട്സ് ഒക്കെ ആയിരുന്നു മോഹൻ ഉണ്ടായിരുന്നത്. ഈ മോഹൻ അയാളുടെ ബിസിനസ് പാർട്ട്ണറുമായിട്ട് എന്തോ ചതിവിലൊക്കെ പെട്ടിട്ട്, അല്ലെങ്കിൽ ദിസ് മോഹൻ ഫ്രോഡ്സ് വിത്ത് ഹിസ് ബിസിനസ് പാർട്ട്ണർ. ഓക്കെ, ആൻഡ് അങ്ങനെ മോഹൻ ലോസസ് ഹിസ് ജോബ്. ഓക്കെ, ജോലി നഷ്ടത മാത്രമല്ല, മോഹന് ഒളിവിൽ താമസിക്കേണ്ടിയും വന്നു. അതിനു മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലക്ഷറിയസ്, ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു ജയും മോഹനും അവരുടെ കുട്ടികളൊക്കെ താമസിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഇവർക്ക് എന്തായിരുന്നു, ഈ ഒളിവിൽ പോകേണ്ടി വന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു സ്മോൾ ആൻഡ് ഗ്ലൂമി അപ്പാർട്ട്മെന്റിലേക്ക് അവർക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല അവരുടെ കുട്ടികളെ റിലേറ്റീവ്സിന്റെ കൂടെ താമസിപ്പിക്കാൻ അവര് എന്താ പറയാ, അങ്ങനെ ചെയ്യേണ്ടി വന്നു അവർക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഹൗസ് ഷിഫ്റ്റ് ആയതുകൊണ്ട് മുമ്പ് ഒരു വലിയൊരു അപ്പാർട്ട്മെന്റിൽ, വലിയൊരു ഫ്ലാറ്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അപ്പൊ എന്താവും, നമുക്ക് വീട് വലുതാവുന്ന നമുക്ക് ജോലി ഭാരവും കൂടും. അപ്പൊ പക്ഷെ വീട് ചെറുതായത് കൊണ്ട് തന്നെ ജയയുടെ ജോലി ഭാരവും വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു. പക്ഷേങ്കിൽ മെന്റലി അവള് ഭയങ്കരമായിട്ട് മെന്റൽ പ്രോബ്ലംസ്, അതായത് മെന്റൽ ഹെൽത്തിൽ ഭയങ്കര മെന്റലി ഹൗസ് കോറസ് റെഡ്യൂസ് ആയെങ്കിലും മെന്റൽ കോറസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് കാരണം കുട്ടികൾ അവളുടെ കൂടെ ഇല്ല, പിന്നെ ജോലി നഷ്ടപ്പെട്ടതിന്റെ പ്രോബ്ലംസ്, ഓക്കെ, അതൊക്കെ കാരണം.
മോഹൻ അതുവരെ ഇനീഷ്യലി മോഹൻ ജയയുടെ റൈറ്റിങ്ങിന് ഒട്ടും സപ്പോർട്ട് ആയിരുന്നില്ല. പക്ഷെ മോഹന് ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിയതോടെ മോഹൻ എന്ത് ചെയ്തു, ജയയും കൂടെ ജോലിക്കോ അല്ലെങ്കിൽ ജയയും കൂടെ എൻകറേജ് ചെയ്തു വർക്കിന് പോവാൻ വേണ്ടിയിട്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻകം അല്ലെ. ആൻഡ് ജയ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. ജയ പബ്ലിഷ്ഡ് ആൻ ആർട്ടിക്കിൾ, എ ഫ്രാങ്ക് വൺ. ആ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം മോഹന് മനസ്സിലായി ഹൗ ഫ്രസ്ട്രേറ്റഡ് ജയ ഇസ് ഇൻ ഹെർ മെറൈറ്റൽ റിലേഷൻഷിപ്പ്. ഓക്കെ, എത്രമാത്രം ഫ്രസ്ട്രേഷൻ ഉണ്ട് ജയക്ക് മോഹനുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ എന്നുള്ളത് ആ ആർട്ടിക്കിളിലൂടെ മോഹന് മനസ്സിലാവുക. പക്ഷെ മോഹൻ അത് ജയയോട് ചോദിക്കാനോ ഒന്നും പോയില്ല. പക്ഷെ ജയക്ക് മോഹന്റെ പെരുമാറ്റത്തിൽ നിന്ന് പലതും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതിനിടയിലാണ് ജയ സിസ്റ്റർ കുസും, ഓക്കെ, കുസും ഡിവോഴ്സ്ഡ് ആയി. റീസൺ ഈസ് കുസുമിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എബ്യൂസീവ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ആ സമയത്തിൽ എല്ലാ മെൻസും പെട്രിയാക്കി, ഇപ്പോഴുള്ള കാലഘട്ടത്തിലും പെട്രിയാക്കിക്കൽ തിങ്കിങ് ഒക്കെ ഉള്ള മെൻസ് ഉണ്ട്. പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിൽ അത് കൂടുതലായിരുന്നു, പെട്രിയാക്കിക്കൽ തിങ്കിങ് ഉള്ള പുരുഷന്മാർ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ ജയ കമ്പയർ ചെയ്യാണ്. അതായത് കുസുമിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര അവളെ ദേഹോപദ്രവമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ ജയയുടെ ഹസ്ബൻഡ് അത് വെച്ച് നോക്കുമ്പോൾ ഹി വാസ് എ ജെന്റിൽമാൻ. അദ്ദേഹം ദേഹോപദ്രവമൊന്നും ജയയെ ചെയ്തില്ല. പക്ഷെ ഹി ഓൾവേസ് വാണ്ടഡ് അതോറിറ്റി. ആ ഒരു അതോറിറ്റി പവർ, ഡോമിനേറ്റിംഗ് പവർ, അതൊക്കെ ഭയങ്കരമായിട്ട് മോഹന് വേണ്ടിയിരുന്നു. ഓക്കെ, എങ്ങനെയായാലും ഈ രണ്ട് മെൻസിനെയും ജയ, അല്ലെ ഈ രണ്ട് കുസുമന്റെ ഹസ്ബൻഡിനെ ആയാലും ജയയുടെ ഹസ്ബൻഡിനെ ആയാൽ പോലും പേട്രിയാർക്കിക്കൽ സൊസൈറ്റിയുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് ജയ കാണുന്നത്. അതിനിടയിൽ ജയയുടെ സൺ, ഓക്കെ, വീട് വിട്ട് ഒളിച്ചോടി. ഓക്കെ, ഇങ്ങനെ ഈ മോഹന്റെ ജോലി പോയതും ഈ ജയ ഒരു ഇങ്ങനത്തെ കുറെ, അതായത് പിന്നെ ജയയുടെ ഈ വർക്ക് വായിച്ചിട്ട് മോഹൻ ഉണ്ടായ ഒരു എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് റിഗ്രറ്റും, പിന്നെ ഈ മകന് ഒളിച്ചോടി പോയതിന്റെ റിഗ്രറ്റും, വീട് വിട്ടു പോയതിന്റെ റിഗ്രറ്റും എല്ലാം മോഹനെ ഭയങ്കരം അലട്ടി. ഓക്കെ, പക്ഷേങ്കില് ജയക്ക് എന്താണ്, ജയക്ക് ഷി വാസ് നോട്ട് ഏബിൾ ടു സപ്പോർട്ട് ഹർ ഹസ്ബൻഡ് ഇമോഷണലി. ഓക്കെ, എന്താണ് ജയക്ക് അവളുടെ ഹസ്ബൻഡിനെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തായിരുന്നു, ജയയെ പഠിപ്പിച്ചത് എന്തായിരുന്നു അവളുടെ ഗ്രാൻഡ് മദർ, വി മസ്റ്റ് ബി ഇൻ എ ലോങ് സൈലൻസ്. ഓക്കെ, വി മസ്റ്റ് കീപ് ക്വയറ്റ് ഈവൺ ഇഫ് വി നീഡ് ടു സ്പീക്ക്. അല്ലെ, നമ്മൾ സംസാരിക്കേണ്ട ഇടത്താണെ പോലും നമ്മൾ എപ്പോഴും സ്ത്രീകൾ എന്തായിരിക്കണം, നമ്മൾ സൈലൻസിലായിരിക്കണം, നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല, എല്ലാം സഹിച്ചൊതുക്കി ജീവിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ജയ പഠിച്ചിട്ട് വന്നത്. അല്ലെ, നമ്മൾ എന്താണോ ചെറുപ്പകാലങ്ങൾ പഠിക്കുക അത് തന്നെയാണ് നമ്മൾ ഫ്യൂച്ചറിലും നമ്മളത് ഫോളോ ചെയ്യുക. അപ്പൊ ജയയുടെ ഹെഡില് എന്തായിരുന്നു, ഈ തോട്ട്സ് ഒക്കെ ആയിരുന്നു ജയയുടെ ഹെഡില്. അതുകൊണ്ട് തന്നെ നമ്മൾ ജയ എന്തായി ആ ഒരു സൈലൻസിലേക്ക്, ഒരു സൈലന്റ് സ്പേസിലേക്ക് ജയ ജീവിതത്തിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെ ജയക്ക് എങ്ങനെ ഇമോഷണലി മോഹനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ജയക്ക് അറിയുന്നില്ല. പകരം മോഹൻ എന്താണ് സംഭവിച്ചത്, മോഹൻ ഈ സമയത്താണ് ജയയുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം. പക്ഷെ മോഹൻ അത് എങ്ങനെ ജയയോട് എക്സ്പ്രസ് ചെയ്യും, അതല്ല എങ്ങനെ ചോദിക്കും എന്നുള്ളത് മോഹൻ അറിയില്ല. കാരണം മോഹൻ എന്താണ് പഠിച്ചു വളർന്നത്, ജയ പഠിച്ചു വളർന്നത് എന്താണ്, നമ്മൾ സ്ത്രീകൾ എപ്പോഴും സൈലന്റ് ആയിരിക്കണം. ഓക്കെ, വി മസ്റ്റ് നോട്ട് റേസ് അവർ വോയിസ്. ഓക്കെ, മോഹൻ എന്താണ് പഠിച്ചു പറഞ്ഞത്, മെൻസ് ആർ ഗിവേഴ്സ്, ഓക്കെ, ആൻഡ് നോട്ട് റിസീവർ. പുരുഷന്മാർ എപ്പോഴും എന്താണ്, അങ്ങോട്ട് കൊടുക്കുക മാത്രമാണ് അവരുടെ ജോലി, അവർ ഇങ്ങോട്ടൊന്നും വാങ്ങരുത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ പ്രശ്നമാണ്. മോഹൻ അങ്ങനെയാണ് വളർന്ന് പഠിച്ചത്, ജയ ഇങ്ങനെയാണ് വളർന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ എങ്ങനെ ജയയോട് ഇമോഷണൽ സപ്പോർട്ട് ചോദിക്കണമെന്നോ ഇത് മോഹനും അറിയുന്നില്ല, ജയക്ക് എങ്ങനെ ഇമോഷണലി മോഹനെ സപ്പോർട്ട് ചെയ്യണമെന്നോ എക്സ്പ്രസ് ചെയ്യണമെന്നോ ജയക്കും അറിയുന്നില്ല. ഓക്കെ, ആ സമയത്ത് മിസ്റ്റർ കമ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഈ നോവലില്. ഓക്കെ, ഹി വാസ് എ ഓൾഡ് മാൻ. ജയയുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ഓൾഡ് മാൻ ആയിരുന്നു മിസ്റ്റർ കമ്മത്ത്. ഓക്കെ, ജയും അയാളും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ, നല്ലൊരു ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ദേ വർ ഗുഡ് ഫ്രണ്ട്സ്. ആൻഡ് മിസ്റ്റർ കമ്മത്ത് ജയയോട് പറഞ്ഞു, യു മസ്റ്റ് എക്സ്പ്രസ് എവറിത്തിങ് ഇൻ യുവർ റൈറ്റിംഗ്. ജയ എഴുതുമായിരുന്നു അല്ലെ. അപ്പോ മിസ്റ്റർ കമ്മത്ത് ജയയോട് പറഞ്ഞു, നീ എഴുതുകയാണെങ്കിൽ പോലും നിന്റെ മനസ്സിൽ ദേഷ്യമായിക്കോട്ടെ എന്തായിക്കോട്ടെ
ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും നിന്റെ വർക്ക്സിൽ കൊണ്ടുവരണ്ട. നിനക്ക് ദേഷ്യമോ നിനക്ക് എന്ത് എഗ്രഷനാ എന്തോ ആയിക്കോട്ടെ, ബി പ്യോർ ഇൻ യുവർ വർക്ക്സ്. ഓക്കെ, ബി ജെന്യൂൻ ഇൻ യുവർ വർക്ക്സ്. ഡോണ്ട് ബ്രിങ് ആർട്ടിഫിഷ്യാലിറ്റി. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും എന്താണ് വർക്ക്സിൽ കൊണ്ടുവരണ്ട. പിന്നെ എങ്ങനെ ഇമോഷണലി, നമ്മൾ എപ്പോഴും മനുഷ്യർ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ജയമോഹനുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് അല്ല. അപ്പൊ ഈ ഇമോഷണൽ കണക്ഷനെ കുറിച്ചിട്ടും റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടൊക്കെ മിസ്റ്റർ കമ്മത്ത് ജയയോട് എന്താ പറയാ അഡ്വൈസ് ചെയ്യുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അങ്ങനെ ജയിലിൽ ഒരുപാട് മാറ്റങ്ങൾ മിസ്റ്റർ കമ്മത്തിന് വരുത്താൻ പറ്റി. ഓക്കെ, എങ്ങനെയാണ് അതുവരെ എന്തായിരുന്നു ജയ ദാറ്റ് ലോങ് സൈലൻസിലായിരുന്നു അല്ലെ. ജയക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എന്നും അറിയില്ലായിരുന്നു ജയക്ക്. അപ്പൊ കാരണം ജയ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഈ ലോങ് സൈലൻസ് ജയയുടെ മോഹന്റെ ജീവിതത്തിൽ നിന്നും ബ്രേക്ക് ആയത്? അതല്ലെങ്കിൽ ജയയുടെ ഈ ലോങ് സൈലൻസ് എങ്ങനെ അതിൽ നിന്ന് അവള് പുറത്തോട്ട് വന്നു? മോഹൻ ഒരു ദിവസം ജയക്ക് ഒരു ടെലിഗ്രാം അയച്ചു. അതായത് മോഹൻ വീട്ടിലേക്ക് വേഗം തന്നെ വരുന്നുണ്ടെന്നും അയാളുടെ ജോലി അയാൾക്ക് തിരിച്ചു കിട്ടിയെന്നും. ഓക്കെ, ആൻഡ് ജയ എന്ത് ചെയ്തു? ജയ വാസ് സോ ഈഗർ. ജയക്ക് ഭയങ്കര ഈഗർ ആയിരുന്നു. ഓക്കെ, ഭയങ്കര ഇഷ്ടത്തോടെ ജയ എന്ത് ചെയ്തു? ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി ജയയും തീരുമാനിച്ചു. എങ്ങനെ? മനസ്സുകൊണ്ടറിഞ്ഞ്. ഓക്കെ, ഷി വാസ് നോട്ട് ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാനൊന്നും അറിയില്ല. ജയ ഒരു സൈലന്റ് മോഡിലാണ് എന്താ പറയാ ജയ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഹോൾ ഹാർട്ട്ലി ഷി വാസ് വില്ലിംഗ് ടു ലിവ് വിത്ത് മോഹൻ. ഓക്കെ, ആൻഡ് അവൾ എന്തായി? അവളെ തന്നെ സ്വയം പ്രോമിസ് ചെയ്ത് എന്ത്? ഷി പ്രോമിസ് ഹെർസെൽഫ് ദാറ്റ് ലോങ് സൈലൻസ് വിൽ നോ മോർ സെപ്പറേറ്റ് ഹെർ ഫ്രം മോഹൻ. അവളെ തന്നെ പ്രോമിസ് ചെയ്തു ഇനി ഒരു സൈലൻസോ ഒന്നും അവളെ മോഹനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യില്ല എന്ന്. ഇതാണ് ദാറ്റ് ലോങ് സൈലൻസിന്റെ എന്താ പറയാ ഷോർട്ട് ആയിട്ടുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെറ്റ് പോലത്തെ നെറ്റ് മാത്രമല്ല മറ്റ് ഏത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാംസുകളിലും ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ഇന്ത്യൻ റൈറ്റിംഗ് ആണ്. ഓക്കെ, സോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ലിറ്ററേച്ചർ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലൊരു ജസ്റ്റ് ഒരു ഫെമിനിസം ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പോ ഒരു ഫെമിനിസ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെ പറയാം. സോ അതാണ് ദാറ്റ് ലോങ് സൈലൻസിന്റെ സമ്മറി. ഓക്കെ, so hope you all understand my video. Please like, share and subscribe my channel. Okay, so let's come with another video next time. Thank you.